അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന കല്ലാർ അംഗൻവാടിയുടെ ന്യൂനതകൾ പരിഹരിച്ച് അംഗൻവാടിയുടെ പ്രവർത്തനം ഉടൻ ആരംഭിക്കണമെന്ന് ആവശ്യം. മുകൾ നിലയിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി കെട്ടിടത്തിൽ നിന്നും ഒരു കുട്ടി താഴെ വീഴുകയും സംഭവത്തെ തുടർന്ന് അധ്യാപികയ്ക്കും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് അംഗൻവാടിയുടെ പ്രവർത്തനം നിലച്ചത്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന കല്ലാർ അംഗൻവാടിയുടെ ന്യൂനതകൾ പരിഹരിച്ച് അംഗൻവാടിയുടെ പ്രവർത്തനം ഉടൻ ആരംഭിക്കണമെന്നാണ് ആവശ്യം. മുകൾ നിലയിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി കെട്ടിടത്തിൽ നിന്നും ഒരു കുട്ടി താഴെ വീഴുകയും സംഭവത്തെ തുടർന്ന് അധ്യാപികയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് കെട്ടിടം അടച്ചിട്ടത്. എന്നാൽ സംഭവം നടന്ന് 2.5 മാസം പിന്നിട്ടിട്ടും അംഗൻവാടിയുടെ പ്രവർത്തനം പുനരാരംഭിക്കുവാൻ അടിമാലി ബ്ലോക്ക് പഞ്ചായത്തോ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തോ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് പരാതി. നമ്മുടെ കല്ലാറിലെ അംഗൻവാടി പ്രവർത്തിക്കുന്ന കെട്ടിടമാണ്. ഈ 3-ാം നിലയിലാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഒരു കുട്ടി ഇതിന്റെ മണ്ടയിൽ നിന്ന് താഴെ വീണിട്ട് ഇപ്പോൾ 2 മാസവും 2 ആഴ്ചയായി. ഇതുവരെ അംഗൻവാടി പിന്നെ തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. തുറന്ന് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പഞ്ചായത്തിൽ അറിയിച്ചു, ബ്ലോക്കിൽ അറിയിച്ചു. ഇതുവരെ ഒരു തീരുമാനം ആയിട്ടില്ല. കഴിഞ്ഞ കമ്മിറ്റിയിൽ ഞങ്ങളൊരു തീരുമാനം എടുത്തതെന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റലിന്റെ ഫാർമസി റൂം കുട്ടികളെ ഇരുത്താൻ ഉപയോഗിക്കാമെന്നും അവർ ഫാർമസി തൽക്കാലത്തേക്ക് മുകളിലേക്ക് മാറ്റാമെന്നാണ്. പക്ഷെ അതിലും ഒരു തീരുമാനം ഇതുവരെയും എത്തിയിട്ടില്ല. ഇന്നിപ്പോൾ അത് തീരുമാനിച്ചിട്ട് 1 മാസമായിട്ടുണ്ട്. നിലവിൽ 5ഓളം കുട്ടികളുടെ പഠനം മുടങ്ങിയ സ്ഥിതിയിലാണ്. മുകൾ നിലയിൽ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചാൽ രക്ഷകർത്താക്കൾക്ക് കുട്ടികളെ അയക്കുവാൻ ഭയമാണെന്നും അംഗൻവാടി താഴ്നിലയിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കണമെന്നുമാണ് ആവശ്യം. നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ ഇപ്പൊ അംഗൻവാടി തുറന്ന് പ്രവർത്തിച്ച് കുട്ടികളെ ഇവിടെ ഇരുത്തണം. ഇപ്പൊ ഇവിടെ നിലവിൽ 5 കുട്ടികൾ വരുന്നുണ്ട്. ആ 5 കുട്ടികളും വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ കുട്ടികളെ ഇരുത്തണം, തിങ്കളാഴ്ച മുതൽ അംഗൻവാടി തുറന്ന് പ്രവർത്തിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോഴത്തെ മീറ്റിംഗിൽ ഒരു തീരുമാനം എത്തി. പക്ഷെ ഞങ്ങൾ പേരൻസ് ആരും ഇങ്ങനെയുള്ള ഒരു കെട്ടിടത്തിലേക്ക് പിള്ളേരെ വിടാനായിട്ട് തയ്യാറല്ല. അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി കെട്ടിടം പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ കുട്ടി വീണതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ പരിഹരിക്കുവാനോ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കുന്നതിനോ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധമുയരുകയാണ്. ഞങ്ങളുടെയൊക്കെ സങ്കടം എന്ന് പറഞ്ഞാൽ സാധാരണ പിള്ളേർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരവസരം ചെറിയ പ്രായത്തിൽ അവർക്ക് മറ്റു പിള്ളേരുമായിട്ട് മിങ്കിൾ ചെയ്യാനും അക്ഷരങ്ങൾ പഠിക്കാനും കിട്ടുന്ന അവസരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് വീണപ്പോൾ ഉണ്ടായ ആ പ്രചരണം ഇനിയിപ്പോൾ ഇത് തുറക്കാനുള്ള പ്രചരണം കൂടെ ഉണ്ടാകണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ഇതിപ്പം ഒന്നെങ്കിൽ ഇത് മേലധികാരികൾ കളക്ടറുടെ ഇടപെട്ട് കഴിഞ്ഞാൽ അത് തീരുന്ന കാര്യമുള്ളൂ. അല്ല പഞ്ചായത്തുകൾ നമ്മൾ സംസാരിച്ചാലും തീരുന്ന കാര്യമുള്ളൂ. വളരെ നിസ്സാരമേ ഉള്ളൂ. ഇപ്പം എനിക്ക് 6 കുട്ടികളുണ്ടെന്ന് തോന്നുന്നു. 6 കുട്ടികൾക്കും പഠിക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രധാന ഞങ്ങളുടെ പരാതി. കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള അവസരമാണ് ഇതുവഴി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് എത്രയും വേഗം പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.